السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. ونصلي ونسلم على أشرف الأنبياء والمرسلين، نبينا محمد وعلى آله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ, നല്ലവരായ സഹോദര സഹോദരിമാരെ, അളവറ്റ് ദയാപരനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ സർവ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നശ്വരമായ ഇഹലോക ജീവിതം ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി തീർക്കണമേ എന്ന് ഈ ഒരു സന്ദർഭത്തിൽ സ്വന്തത്ത് മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഈ ഒരു സമയത്തും ഒരു ജനാസയിൽ പങ്കെടുത്താണ് ഞാനും ഇവിടെയുള്ള ചില ആളുകളും ഈ ഒരു ക്ലാസ്സിൽ ഒന്നിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ രക്ഷിതാക്കൾക്കും സഹോദര സഹോദരിമാർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി ഖബറിടം സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ്, അതിന്റെ 25-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലൂടെ ഒരുപാട് ചരിത്രങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ചരിത്രങ്ങളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുണ്ട്. പലപ്പോഴും വിശുദ്ധ ഖുർആനിന്റെ പഠനം അതിന് സമയങ്ങൾ മാറ്റിവെക്കാതെ ആ ഖുർആൻ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് ജീവിതത്തിന്റെ
സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താതെ ആളുകൾ ജീവിക്കുന്നിടത്ത് പല നിലക്കുമുള്ള പരീക്ഷണങ്ങളും റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ സമയത്തും ഒരാശങ്ക നമ്മുടെയൊക്കെ മനസ്സുകളിൽ, കേൾക്കുന്ന വാർത്തകളൊക്കെ വീണ്ടും ഇതെല്ലാം അടച്ച് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പക്ഷെ പരീക്ഷണങ്ങൾ പലതും കടന്നു വന്നിട്ടും പലപ്പോഴും ആളുകൾക്ക് അവരുടേതായ അധാർമിക ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നില്ല എന്നത് പരീക്ഷണത്തിന്റെ ആധിക്യം അതിന് കാരണമാണ് എന്നത് ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനിയും നമുക്ക് ഇതിനേക്കാൾ ഭയാനകമായ രൂപത്തിലുള്ള പരീക്ഷണങ്ങളെ നേരിടുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ ഇനിയെങ്കിലും നമ്മളൊന്ന് ഈ ലഭിച്ച പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് റബ്ബിന്റെ അടിമകളാണ് നമ്മൾ എന്ന ബോധത്തോടെ, ആ റബ്ബ് ഏത് സമയം തിരിച്ചു വിളിച്ചാലും പോകേണ്ടവരാണ് നമ്മൾ എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തണം എന്ന് ഈ സമയം പ്രത്യേകമായി തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഈ ചരിത്രങ്ങളിൽ നിന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരുപാട് ചരിത്രങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇതിന്റെ തുടക്കത്തിലും പലപ്പോഴുമായി നമ്മൾ പറഞ്ഞു വന്നതാണ്. ഇനി ആ ചരിത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറങ്ങാൻ വൈകിയതിന്റെ കാരണം എന്ത് എന്നത് അല്ലാഹു വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ് പറഞ്ഞത്. അത് നമുക്കെല്ലാം ജീവിതത്തിൽ വലിയൊരു പാഠമാണ്. ഇൻഷാ അല്ലാഹ് എന്ന് ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പറയണം. ഇല്ലെങ്കിൽ വലിയ പ്രയാസങ്ങളാണ് അതിലൂടെ ലഭിക്കുക എന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലൂടെ തന്നെ റബ്ബ് നമ്മെ പഠിപ്പിച്ചു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ കഹ്ഫ് എത്ര വർഷമാണ് ഗുഹയിൽ കഴിച്ചു കൂട്ടിയത്, അതാണ് 25-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. എത്ര വർഷം അവര് ഗുഹയിൽ കഴിച്ചു കൂട്ടി എന്നതാണ്. നമുക്ക് ആയത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولبثوا في كهفهم 300 سنين وازدادوا 9 ولبثوا في كهفهم 300 سنين وازدادوا 9. വലിയ പ്രയാസമില്ലാതെ നമുക്ക് വായിക്കാൻ കഴിയാവുന്ന ചെറിയ ഒരു ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഏതായാലും ആ ആയത്ത് നമുക്കൊന്ന് ഓതാം.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولبثوا في كهفهم ثلاثمائة سنين. ثلاثمائة سنين. وازدادوا تسعا. وازدادوا تسعا. ولبثوا في كهفهم 300 سنين. ثلاثمائة سنين وازدادوا تسعا. ഇതില് നമുക്ക് വായിക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ എന്ന ഹർഫ് ഇതിന്റെ മഖറജ് ഒന്ന് ശരിയാക്കണം. ശരിയാക്കാന്ന് പറഞ്ഞാല് ലബിസു എന്നല്ല, ലബിസ അല്ലെ, എന്ന ഹർഫാണ്. അപ്പൊ അതിന്റെ ഉച്ചാരണം ഒന്ന് ശരിയാക്കി നമ്മൾ വായിക്കണം. അതുപോലെ തന്നെ ഫീ കഹ്ഫിഹിം, ഫീ കഹ്ഫിഹിം എന്നുള്ള വായന നമ്മൾ മാറ്റിയിട്ട് ഫീ കഹ്ഫിഹിം എന്നുള്ളത് അത് പിന്നെ ഹർക്കത്ത് പോലെ ആ ഹാഇന്റെ സുക്കൂനിനെ വായിക്കാതെ ഫീ കഹ്ഫിഹിം, ഫീ കഹ്ഫിഹിം എന്നുള്ള ഒരു വായനയിലേക്ക് നമ്മളൊന്ന് മാറുക. സാധാരണ ഫീ കഹ്ഫിഹിം എന്നാണ് വായിച്ചു പോവുക. അപ്പൊ ആ ഒരു വായന ഫീ കഹ്ഫിഹിം എന്നാക്കുക. പിന്നെ സലാസമിഅത്തിൻ സിനീന, ഇവിടെയാണ് പിന്നെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു ചെറിയ പിന്നെ ഒരു കുറച്ചൊരു പ്രയാസം എന്ന് പറയുന്നില്ല അല്ലെ. ഈ തൻവീനായ നൂന് അതിനുശേഷം സീന് വന്നാല് ഈ നൂന് വ്യക്തമാക്കാൻ പാടില്ല എന്നാണ്. മിഅത്തിൻ സിനീന എന്ന് വായിക്കാതെ മിഅത്തിൻ സിനീൻ അല്ലെ. അവിടെ ഇത് വ്യക്തമാക്കാതെ മണിച്ചു വായിക്കുന്നില്ല. അപ്പോ ثلاثمائة سنين. 100 سنين. سنين وازدادوا. وازدادوا وازدادوا 9. അതിന്റെ മഖ്റജും ശരിയാവണം. അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ ഉച്ചാരണമാണ്. അതുപോലെ തന്നെ സി, പിന്നെ ഇത് വായിക്കേണ്ടടുത്ത് സ വരാൻ പാടില്ല, വായിക്കേണ്ടടുത്ത് സ വരാൻ പാടില്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഓരോ ഹർഫിനും നമുക്ക് 10 ഇരട്ടിയാണ് പ്രതീക്ഷ. ഇത് ചെറിയ ആയത്താണ്, ചെറിയൊരായത്താണ്. 2-3 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ വായിച്ചതിലൂടെ
ഒരുപാട് പ്രതിഫലങ്ങളാണ് നമുക്ക് കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് കിട്ടിയത്, അല്ലെ? വളരെ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് ഒരു ലോഡ് പ്രതിഫലം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഓരോ അക്ഷരവും നമ്മൾ ഇങ്ങനെ 2 തവണ 3 തവണ ഇങ്ങനെ വായിക്കുന്നിടത്ത് ഓരോ അക്ഷരത്തിനും നമുക്ക് ഇങ്ങനെ 10 ഇരട്ടി പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ ഒരു സദസ്സിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്, അല്ലെ? ഒരു 4-5 മണിക്കൂർ നമ്മൾ ആ കടത്തണ്ണയിൽ പോയിരുന്നാല് ഒന്നും കിട്ടാല്ല, ഉള്ളതൊക്കെ പോകും തരുന്നു, അതുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഒരു അരമണിക്കൂർ സമയം മാറ്റി വെക്കുമ്പോഴേക്ക് നമുക്കൊരു ലോഡ് പ്രതിഫലം ഇവിടുന്ന് വാങ്ങിപ്പോകാൻ കഴിയും. നമ്മളെ കിതാബ് കുറെ നിറയുന്നുണ്ട് ഇവിടെ. ഇതാണ് ഈ ഒരു സദസ്സിന്റെ മഹത്വം. അത് പലപ്പോഴും പല ആളുകൾക്കും ശരിക്കും കയറിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പല ആളുകളും ഇതിലേക്ക് എത്താനൊരു പ്രയാസമുണ്ടാകും. അല്ലെ? ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷണങ്ങൾ ഇങ്ങനെ ഒരു വന്നുകൊണ്ടിരിക്കാനൊക്കെ കാരണം നമ്മളൊക്കെ തന്നെയാണ്, വേറെ ഒന്നുമില്ല. എന്തപ്പത് ഇനി പോകാത്ത പോകൂലെന്ന്, അത് പോകൂല. കാരണം നമ്മളിന്ന് കുറെ പോകാനുണ്ട്, അത് പോകാത്തിടത്തോളം ഇത് പോകൂല. കാരണം ഖുർആൻ അങ്ങനെ പറഞ്ഞത്, അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. സൂറത്ത് ഇസ്രായിൽ അല്ലാഹു പറഞ്ഞില്ലേ, എന്താണ്? അല്ലെ? നിങ്ങൾ ആവർത്തിക്കാണ്, ഞാനും ആവർത്തിക്കുന്നതാണ്. നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ ഞാനും മടങ്ങും. ഇത് അള്ളാന്റെ വാക്ക, അപ്പൊ അത് പടച്ചോൻ പറഞ്ഞതാ. ശരി, അപ്പൊ ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട്, പാരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. വലബിസു ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ 9. ശരി, എന്താണ് ഇതിന്റെ അർത്ഥം നോക്കാം നമുക്ക്. വാവിനെ സംബന്ധിച്ച് 2 അഭിപ്രായമുണ്ട്. ഒന്ന്, വാവ് ഇസ്തിനാഫിന്റെ, ഒരു പുതിയ വിഷയം തുടങ്ങുകയാണ് എന്നുള്ളത്. നേരത്തെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണെങ്കിലും ആ ചരിത്രത്തിന്റെ മറ്റൊരു മേഖലയിലേക്കാണ് ഈ ആയത്ത് പോകുന്നത്. ഞാൻ പറഞ്ഞു തുടക്കത്തില് എന്താ വിഷയം, ഇതില് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിൽ കഴിഞ്ഞ ആ വർഷങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് ആ വാവ്, ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് വാവുൽ ഇസ്തിനാഫ്, മറ്റൊരു വിഷയത്തിലേക്കാണ്, ചരിത്രത്തിന്റെ, ഇതേ ചരിത്രത്തിന്റെ മറ്റൊരു മേഖലയിലേക്കാണ് പോകുന്നത് എന്ന രൂപത്തിൽ. അതല്ല, തുടർച്ചയായി പറയുന്നു എന്ന രൂപത്തിൽ വാവുൽ അത്ഫ് എന്നും അഭിപ്രായം വന്നിട്ടുണ്ട്. ലബിസു, എന്താ ലബിസ? ഇത് ഇതേ സൂറത്തില് കഴിഞ്ഞ ആയത്തുകളിൽ 2 ആയത്തുകളിൽ ഈ പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതേ സൂറത്തിൽ. അപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പദമല്ല. അതെന്താ ലബിസ? താമസിച്ചു, കഴിച്ചു കൂട്ടി, അല്ലെ? ഇതേ സൂറത്തിന്റെ 12ാമത്തെ ആയത്തിൽ ഈ പദം വന്നിട്ടുണ്ട്, 19ാമത്തെ ആയത്തിലും ഈ പദം വന്നിട്ടുണ്ട്. വലബിസു, അവർ കഴിച്ചു കൂട്ടുകയും ചെയ്തു, അവർ താമസിച്ചു. ലബിസ മക്കത്ത, അല്ലെ? മക്കത്ത എന്നുള്ളത് താമസിച്ചു, കഴിച്ചു കൂട്ടി. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ മാക്കിസീൻ എന്നുണ്ട്, അല്ലെ? അൽക്കഫിന്റെ തുടക്കത്തിലുണ്ടല്ലോ മാക്കിസീൻ. അതെവിടെയാണ് താമസിക്കുന്നവര്? മാക്കിസീന ഫീഹി അബദാ, എന്നെന്നും അവരതിൽ താമസിക്കുന്നവരാ. ഏതില്? സ്വർഗത്തില്. ആര്? എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നൊന്നും സ്വർഗത്തിൽ താമസിക്കണം എന്നുള്ളത്. പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയില്ല, അത് വേറെ വിഷയം. അവിടെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വയുബശ്ശിറുൽ മുഅ്മിനീന الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا. ശരി, അപ്പോൾ വലബിസു അവർ താമസിക്കുകയും ചെയ്തു. ഫീ കഹ്ഫിഹിം, കഹ്ഫ്
കഹ്ഫ് ഗുഹ അല്ലെ, അവരുടെ ആ ഗുഹയിൽ അവരെ താമസിക്കുകയും ചെയ്തു. അപ്പൊ അവര് പിന്നെ ഏത് ഗുഹയിലേക്കാണോ പോയത് ആ ഗുഹയിൽ അവർ താമസിച്ചു. നൂറോ? 3 മിഅത്ത് 100 അല്ലേ? അപ്പൊ 100 കൂടിയാല് കണക്കും പിടിച്ചല്ലേ 300. അതിനുണ്ടല്ലേ 100 3 കൂടിയാലും 3 100 100 തന്നെയല്ലേ? ആണോ? 3 100 100 3 300 ആണല്ലേ? സിനീന സനത്തുൻ, സിനീന വർഷങ്ങള്. അപ്പൊ 300 സിനീൻ, അപ്പൊ എത്ര വർഷം? 300 വർഷം. 300 വർഷം അവര് ഗുഹയിൽ കഴിച്ചുകൂട്ടി. 300 വർഷം കഴിച്ചുകൂട്ടി. അവിടെ നിർത്തിയില്ല ആ കണക്ക് അല്ലാഹ്. ശേഷം അല്ലാഹ് പറയാണ് വ ഇസ്ദാദൂന, ഇസ്ദാദ സാദ യസീദു സിയാദത്ത് ഒക്കെ പറഞ്ഞെന്താ? അധികരിച്ചു, വർദ്ധിച്ചു അല്ലെ? വസ്ദാദു വർദ്ധിപ്പിക്കുകയും ചെയ്തു. ആണോ? വാഹിദ് ഇത്നാനി തലാത്ത അർബ ഖംസ സിത്ത തിസ്അ അല്ല സബഅ അല്ലേ? 8 9 വർദ്ധിക്കുകയും ചെയ്തു, വർദ്ധിപ്പിക്കുകയും ചെയ്തു. ആ 300 വർഷം പ്ലസ് 9 അപ്പൊ എത്രയായി? 309 വർഷം. ഇതാണ് കണക്ക്. 309 വർഷം അവർ ആ ഗുഹയിൽ താമസിച്ചു, കഴിച്ചുകൂട്ടി. ഇനി ഇതില് നമുക്ക് ഈ 2 കണക്ക് എന്തുകൊണ്ട് വന്നു എന്നതിനെ കുറിച്ച് ഒരു തഫ്സീറിൽ ഒരു നീണ്ട ചർച്ച വരുന്നുണ്ട്. ഇങ്ങനെ ആദ്യം 300 പറയാ, പിന്നെ ഒരു എന്താണ് ആ കണക്ക് അങ്ങനെ വന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞ ചർച്ചയിൽ ചില കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായി ഉണ്ട്. ഒന്ന്, ഇത് 2 വർഷങ്ങളിലെ കണക്കാണ്. 2 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ചന്ദ്രവർഷം, അറബികൾ കണക്കാക്കിയിരുന്നത് ചന്ദ്രവർഷമാണ്. അതുപോലെ തന്നെ സൗരവർഷം, പിന്നെ റോമക്കാരാണ് ആ ഒരു കണക്ക് വർഷത്തിൽ കണക്കാക്കിയിരുന്നത്. സൗരവർഷം, ചന്ദ്രവർഷം. അതിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് സൗരവർഷ കണക്കനുസരിച്ച് 300 കൊല്ലം, സൗരവർഷ കണക്കനുസരിച്ച് 300 കൊല്ലമാണ്. ചന്ദ്രവർഷ കണക്കനുസരിച്ച് 309 കൊല്ലം. അങ്ങനെയാണ് കണക്കുള്ളത്. സൗരവർഷ കണക്കനുസരിച്ച് 300 കൊല്ലവും ചന്ദ്രവർഷ കണക്കനുസരിച്ച് 309 കൊല്ലം. കാരണം ഈ സൗര ദിവസം അതുപോലെ ചന്ദ്ര ദിവസം വ്യത്യാസമുണ്ട്. കാരണം ചന്ദ്ര ദിവസം അത്
തുടങ്ങുന്നത് സൂര്യൻ അസ്തമിച്ചത് മുതലാണ്, അടുത്ത അസ്തമനം വരെയാണ് ഒരു ദിവസം. ചന്ദ്രവർഷ കണക്ക് പ്രകാരം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കണക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ചന്ദ്രവർഷ കണക്ക് പ്രകാരം ഇതില് 309 കൊല്ലം അവര് പിന്നെ ഗുഹയിൽ കഴിഞ്ഞുകൂടിയത്. സൗരവർഷ കണക്ക് പ്രകാരമാണ് ഈ 300 വർഷം. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ സൗര ദിവസം ചന്ദ്ര ദിവസം തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അവിടെയാണ് ഞാൻ ആ വ്യത്യാസം മനസ്സിലാകാനാണ് പറഞ്ഞത്. ചന്ദ്ര ദിവസം കണക്കാക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സമയം മുതൽ അടുത്ത അസ്തമനം വരെയാണ് ഒരു ദിവസം. അപ്പൊ സാധാരണ നമ്മള് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് എപ്പോഴാണ്? വെള്ളിയാഴ്ച രാവ് എന്ന് വെള്ളിയാഴ്ചന്റെ രാത്രിയാണോ? അല്ല, അതെപ്പോഴാ? വ്യാഴാഴ്ചന്റെ രാവാണ്. അപ്പൊ വ്യാഴാഴ്ച മഗ്‌രിബ് മുതൽ എന്തായി? ശരിക്ക് വെള്ളിയാഴ്ചയായി. അതുകൊണ്ടാണ് ആ സമയം മുതൽ നമുക്ക് എന്ത് ചെയ്യാം? സൂറത്തുൽ കഹ്ഫ് ഓതാ, പാരായണം ചെയ്യാം. അപ്പൊ ചന്ദ്ര ദിവസം കണക്കാക്കപ്പെടുന്നത് ആ നിലക്കാണ്. സൂര്യൻ അസ്തമിച്ചത് മുതൽ അടുത്ത അസ്തമനം വരെ. എന്നാൽ സൗര വർഷക്കണക്ക് പ്രകാരം ഒരു ദിവസം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നത് മുതൽ അടുത്ത ഉദയം വരെയാണ്. സൂര്യൻ ഉദിക്കുന്നത് മുതൽ അടുത്ത ഉദയം വരെയാണ് സൗരവർഷ പ്രകാരം ഒരു ദിവസം എന്ന് പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ ഒരു സൗരവർഷത്തിൽ ഉള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ 365 ദിവസവും 6 മണിക്കൂറും 9 മിനിറ്റും ചില സെക്കൻഡുകളും, അങ്ങനെയാണ് കണക്ക് വരുന്നത്. ഒരു സൗരവർഷം, ഒരു വർഷത്തെ ദിവസങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്, 365 ദിവസം. എന്നാൽ ചന്ദ്രവർഷ കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ 354 ദിവസമാണ്. 354 ദിവസം, 8 മണിക്കൂർ 48 മിനിറ്റ്. എനിക്കാണ് ഒരു വർഷത്തെ കണക്ക് വരുന്നത്. അപ്പോ ഏകദേശം ഇവിടെ തന്നെ ഒരു 10 ദിവസവും 21 മണിക്കൂറും തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട് ഒരു വർഷത്തിൽ. 10 ദിവസം 21 മണിക്കൂർ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു 100 വർഷത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, അഥവാ ഒരു വർഷത്തിൽ കണക്ക് പ്രകാരം 10 ദിവസത്തെ ഒരു ഡിഫറന്റ് ഈ സൗരവർഷം ചന്ദ്രവർഷം തമ്മിൽ വരുന്നുണ്ട്. അപ്പൊ 100 വർഷത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 10 ദിവസത്തിന്റെ വ്യത്യാസം ഒരു വർഷത്തിൽ. അപ്പൊ 100 വർഷത്തിന്റെ വ്യത്യാസം 3 വർഷവും 24 ദിവസവുമാണ്. അപ്പൊ 300 വർഷം എന്ന് പറയുമ്പോ എത്രയാകും? ഒരു 9 വർഷത്തെ വ്യത്യാസമാണ് തമ്മിൽ വരുന്നത്. ഒരു വർഷത്തിൽ 10 ദിവസത്തിന്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഒരു 100 വർഷം കൂടുമ്പോ ഏകദേശം 3 വർഷത്തിന്റെ വ്യത്യാസം വരും. അപ്പൊ 300 വർഷം കൂടുന്ന സമയത്ത് 300 വർഷമാകുമ്പോ ഈ സൗരവർഷം ചന്ദ്രവർഷം ഇതിനിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്ര വർഷമായി വരും? 9 വർഷം കണക്ക് വരും എന്നതാണ് ഈ 309ന്റെ കണക്ക് പറഞ്ഞിടത്ത് മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നു. അപ്പൊ ഏതായിരുന്നാലും ഒരു 309 വർഷം അവർ ഗുഹയിൽ താമസിച്ചു. ഇനി ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നിടത്ത് ഒരു വലിയ യാഥാർത്ഥ്യം നമ്മെ ബോധ്യപ്പെടുത്തുക.
ഈ 300 വർഷം 309 വർഷം അവര് കളിച്ച് ചിരിച്ച് തിന്ന് കുടിച്ച് അങ്ങനെയാണോ 309 വർഷം ഗുഹയിൽ കഴിച്ചു കൂട്ടിയത്? പിന്നെന്ത് ചെയ്യുന്നു? അവരെന്താ ഗുഹയിൽ എങ്ങനെയായിരുന്നു? ഉറങ്ങിയിരുന്നു എന്നാണ് അല്ലെ. 309 വർഷം അവരെന്ത് ചെയ്തു? അവിടെ ഉറങ്ങി. അതിനുശേഷം അവര് എഴുന്നേൽപ്പിക്കപ്പെട്ടു. ഇതെന്താണ് സത്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്? ഇത് പഠിപ്പിക്കുന്ന വിഷയം എന്താ? മരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്കുണ്ട്. 309 വർഷം ഉറങ്ങിക്കിടന്ന മനുഷ്യരെയാണ് അള്ളാഹു എഴുന്നേൽപ്പിച്ചത്. ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മരണമാണ്, ഒരു അർദ്ധമരണമാണ്. അപ്പൊ ഏതായിരുന്നാലും ഉറങ്ങിക്കിടന്ന ഈ ഗുഹാവാസികളെ, 309 വർഷക്കാലം ഗുഹയിൽ ഉറങ്ങിക്കിടന്ന ആളുകളെ അള്ളാഹു എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, രക്ഷിതാക്കളെ, ഇത് ഖുർആൻ നമുക്ക് പരലോകത്തെ ഓർമ്മപ്പെടുത്താൻ, പരലോക ബോധം നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കാൻ ഇതുപോലെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ചരിത്രമാണിത്. കാരണം പരലോക ബോധം ശരിക്കും മനുഷ്യന്റെ മനസ്സിൽ അതത് തറക്കാത്തതാണ് സർവ പ്രശ്നങ്ങളുടെയും കാരണം. ഇതിങ്ങോട്ട് തറക്കാത്തതാണ്. എനിക്കൊരു മരണം അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. മരിക്കുമെന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല, ആർക്കും തർക്കമില്ല അല്ലേ? മരിക്കുന്ന എത്ര ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി ഒന്നാലോചിച്ചു അല്ലേ? ഒരു തർക്കമില്ല. പക്ഷേ ആ തർക്കമില്ലാത്ത വിഷയം പോലും പലപ്പോഴും ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതുവരെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വരെ കേട്ട വിഷയം എന്താ? മരണത്തെക്കുറിച്ചുള്ള സ്മരണ വർദ്ധിപ്പിക്കാം. അള്ളാന്റെ റസൂൽ നമ്മളോട് വർദ്ധിപ്പിക്കാൻ പറഞ്ഞൊരു കാര്യമാണ് എല്ലാ സുഖങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണേ. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞ വിഷയം അതാണ് അല്ലെ? മരണത്തെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കണം. താബിഉകളിൽ പണ്ഡിതനായ ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരിക്കലേ മരണമാസന്നമായ ഒരു വ്യക്തിയെ കാണാൻ പോയി. അയാൾ മരിച്ചു. ആ മരണവും ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമസ്കാരവും ആ ജനാസൊക്കെ ഖബറടക്കം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തി. അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ പോകുമ്പോഴുള്ള അവസ്ഥയായിരുന്നില്ല വരുമ്പോഴുള്ളത്. പോകുമ്പോഴുള്ള ആ ഭാവമൊക്കെ മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടുകാര് എന്ത് ചെയ്തു? വീട്ടുകാർ അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അവിടെ വെച്ചു. ആ ഭക്ഷണവും ആ പാനീയവും അവിടെ വെച്ചു. ഞാനേ ഇന്നൊരു മൽപ്പിടുത്തം കണ്ടു. കാരണം മരണം എന്ന് പറയുന്നിടത്ത് നമ്മൾ കാണാത്ത പലതുണ്ട്. അവിടെ ആത്മാവിനെ പിടിക്കുന്ന രംഗണ്ട് അല്ലേ? ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ്. അല്ലാഹു പറഞ്ഞു, ആ ഒരു മരണങ്ങളെ തൊണ്ടക്കുടിയിലേക്ക് എത്തുന്ന ഒരു സമയമുണ്ട്. എന്ന് മറ്റൊരു സ്ഥലത്തുള്ള പറഞ്ഞു. ഹെൽക്കുമാണ് തൊണ്ടക്കുഴി. തറാഖി എന്ന് പറഞ്ഞാൽ ആ തൊണ്ടക്കുഴിന്റെ ഏകദേശം അടുത്തുള്ള ഒരു ഭാഗമാണ്. അവിടേക്കാണ് എത്തുന്നൊരു സമയമുണ്ടെന്നുള്ളതാണ്. ഒന്നിനും കഴിയാത്ത
തൻദുറൂൻ, തന്റെ പ്രിയതമ, തന്റെ പ്രിയതമൻ, തന്റെ അരുമ സന്താനം, തന്റെ കൂടപ്പുറപ്പ്, തന്റെ ഉമ്മ, തന്റെ ഉപ്പ പിരിഞ്ഞു പോകുന്നത് കണ്ണ് നിറച്ച് കാണാനല്ലാതെ വേറെ ഒന്നിനും കഴിയാത്ത ഒരു സമയമാണത്. പിരിഞ്ഞിങ്ങനെ പോണത് ഇങ്ങനെ കാണുന്നൊരു സമയം, ഒന്നിനും കഴിയില്ല, ഒന്നിനും കഴിയാത്തൊരു സമയം. ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാ, ഞാനേ അത് കണ്ടുവരികയാണ്, ഒരു മൽപ്പിടുത്തം കണ്ടിട്ടാണ് ഞാനീ വരുന്നത്. അതുകൊണ്ടേ അതെനിക്കും വരാണ്ട്, അതിന് മുമ്പ് കുറച്ച് ചെയ്യാണ്ട്, അതിന് മുമ്പ് എനിക്ക് കുറച്ച് ചെയ്യാണ്ട്, അതെപ്പോഴാണ് വരിക എന്ന് പറയുക സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ കഴിച്ചു, എനിക്കിപ്പോ വേണ്ട. മരണം കണ്ടുവരുന്നൊരു സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയാണ്, ഞങ്ങൾ ഒരു ജനാസയിൽ പങ്കെടുത്താലേ ആ പങ്കെടുത്ത ആളുകളെ മുഴുവനും കരയുന്നതാണ്, മുഴുവനും കരയും. ആ കരച്ചിലുകൊണ്ട് ഈ മരിച്ച വ്യക്തിയുടെ കുടുംബക്കാരാരാ ഞങ്ങൾക്കറിയില്ല, എല്ലാവരും കരയണം. എന്തിനാ എല്ലാവരും കരയണത്? ആ മരണപ്പെട്ടു പോയ വ്യക്തിയുടെ വിയോഗത്തിലുള്ള വേർപാട് കൊണ്ടുള്ള സങ്കടം കൊണ്ടല്ല, മറിച്ച് ഓരോരുത്തരും അവനവന്റെ മരണത്തെ കുറിച്ച് ഓർത്താണ് കരയാറുണ്ടായിരുന്നത്. ഓരോരുത്തരും ഒരു ജനാസയിൽ പങ്കെടുത്താൽ എല്ലാവരും കരയുന്ന, കാരണം അവനവന്റെ മരണത്തെ കുറിച്ച് ഓർത്തിട്ട്, അവനവന്റെ ഒരല്പസമയം, 2-3 സെക്കൻഡ് ഒന്ന് ഓർത്തോക്കണേ. നമ്മൾ ഒന്നൊരു മയ്യത്ത് കണ്ട 2-3 ആളുകളുണ്ട് ഇവിടെ. ഇതേപോലെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ വീടിന്റെ പൂമുഖത്ത് ഒന്ന് കിടക്കാൻ എന്ത് രക്ഷിതാക്കളെ, വെള്ള പൊതിച്ച് ആളുകൾ ഇങ്ങനെ വരുന്നിടത്ത് മുഖം ഇങ്ങനെ തുറന്നു കൊടുത്ത് ആ ഒരു കിടത്തം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. എന്തത് മനസ്സിലേക്കാണ് കയറാത്തത് മനുഷ്യന്റെ? അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നു. പള്ളി മൂലയിൽ ചാരി വെക്കപ്പെട്ട മയ്യച്ചുകെട്ടില് നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ഒരു സമയമുണ്ട്. ഇന്ന് നമ്മൾ കുറെ ആളുകളുടെ മെസ്സേജ് വായിച്ചില്ലേ, മരണപ്പെട്ട കുറെ ആൾക്കാരുടെ മെസ്സേജ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അടിച്ചില്ലേ. നാളെ മെസ്സേജ് നമ്മുടെ മരണത്തിൻ്റെതാ. അതിന് വേറെ കുറെ ആൾക്കാർ ഷെയർ ചെയ്യാണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സ്റ്റിക്കർ അയക്കണ്ട്. ആ സ്റ്റിക്കറിലൊന്നും തീരില്ല കേട്ടോ, പറയേണ്ടത് തന്നെയാണ്, വേറെ വിഷയം. നാളെ നമ്മുടെ മെസ്സേജാണ് ആളുകൾ വായിക്കുന്നത്. ഇന്ന് നമ്മളാ പറഞ്ഞത് മയ്യത്തെപ്പോഴാ എടുക്കുക, നാളെ മറ്റുള്ളവർ നമ്മുടെ മയ്യത്തെപ്പോഴെടുക്കും എന്ന് ചോദിക്കുന്ന ഒരു സമയത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ, ആലോചിക്കുന്നവർ അല്ലേ? മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞെന്തറിയോ, ലൗ അന്നൽ ബഹാഇം തഅഖിലു മിനൽ മൗത്ത് മാ തഅഖിലൂന മാ അകൽതു മിൻഹാ സമീന. നിങ്ങൾ മരണത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതുപോലെ മൃഗങ്ങളെങ്ങാനും മരണത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരു തടിച്ച മൃഗത്തെ പോലും നിങ്ങൾ കഴിക്കുമായിരുന്നില്ല. ഒരു തടിച്ച മൃഗത്തെ പോലും നിങ്ങൾ ഭക്ഷിക്കൂലാണ്. കാരണം എന്താ അറിയോ? അദ്ദേഹം പറയുന്നത്, മരണത്തെക്കുറിച്ച് മൃഗങ്ങളെങ്ങാനും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, മരണം തുടക്കമാണല്ലോ, ജീവിതത്തിന്റെ തുടക്കമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അത് മൃഗങ്ങളെങ്ങാനും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർ അതിനെക്കുറിച്ചുള്ള പേടിയാൽ യഥാസമയം ഭക്ഷണം പോലും കഴിക്കാൻ മറന്ന് അവ മെലിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയ മനുഷ്യനാവട്ടെ അതിനെക്കുറിച്ചുള്ള ഓർമ്മയില്ലാതെ തിന്നുകൊണ്ട് അവനങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാ. ഇമാം സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്കുകളാണ് അല്ലേ? അതുകൊണ്ട് മരണം എന്നുള്ളത് ഒരിക്കലും നമുക്ക് നേർക്കുനേരെ കണ്ട് മനസ്സിലാക്കിയ വിഷയങ്ങളാണ്. പക്ഷെ അതുപോലും പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാനോ നമ്മുടെ
മനസ്സിലേക്ക് കയറിയിട്ടില്ല എന്നുള്ളത് വല്ലാത്തൊരു സങ്കടട്ടോ. ഞാൻ മരിക്കേണ്ടവനാണെന്നുള്ളൊരു ബോധം എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല. നമ്മൾ കുറെ പറഞ്ഞതാണ്, എന്തല്ലേ എത്ര പെട്ടെന്ന് അയാൾ പോയത്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു കുഴപ്പവും വേണ്ട. പടച്ചോൻ പറഞ്ഞിട്ടില്ലേ, മാതാവിന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ പിറക്കുന്ന സമയത്ത് റൂഹണ ഊതുമ്പോഴേ അവിടെ റിസ്ക് മാത്രമല്ല, മറിച്ച് അല്ലാഹു പറഞ്ഞില്ല, കിതാബം മുഅജ്ജലാ, നിന്റെ അവധിയും അവിടെ കുറിക്കപ്പെടുന്നുണ്ട്. നീ മരണപ്പെടേണ്ട ദിവസമേതാണ്, സമയമേതാണ്, സ്ഥലമേതാണ്, അതല്ലാഹു തീരുമാനിച്ചു ഉറപ്പിച്ച് രേഖപ്പെടുത്തിയിട്ടാണ് മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് ഏതൊരു മനുഷ്യനും പിറന്നു വീഴുന്നത്. എല്ലാം ഒരുക്കിയിട്ടാ പോകുന്നത്. അതുകൊണ്ട് സമയത്തിയ നമ്മൾ പോകും. ഇനി വേറെ ഒന്നുമില്ല. എപ്പോഴാണ് ആർക്കും അറിയില്ല. പിന്നെ എവിടുക്കാ മനുഷ്യ മഖാബിർ എന്ന് പഠിച്ചോൻ പറഞ്ഞേ, ഖബർ വരെ എപ്പോഴാ എത്തുക, ഏത് സമയത്തും എത്തും അല്ലെ. അപ്പൊ ആ മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് അനുഭവം ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് ഇതിനെ കുറിച്ച്. സൂറത്ത് അൽ ബഖറ സൂറത്തിൽ മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് എന്നുള്ളത് 5 ഉദാഹരണങ്ങളിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, മൂസാ നബിയുടെ ജനതയെ അള്ളാഹു മരിപ്പിച്ചിട്ട് പിന്നെ ജീവിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. മരിപ്പിച്ചിട്ട് പിന്നെ ജീവിപ്പിച്ചു. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഇദ് ഖുൽതും യാ മൂസാ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറതൻ ഫഅഖദതുകുമുസ് സ്വാഇഖ വഅൻതും തൻദുറൂൻ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അവർ പറയാ, അള്ളാഹനെ ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരണം, അപ്പോഴേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. അവരെ അള്ളാഹു എന്ത് ചെയ്തു? ഒരു ഇടുത്തി അവർക്ക് വന്നു, അവരെ മുഴുവനും നശിപ്പിച്ചു. പിന്നെ ثم بعثناكم من بعد موتكم لعلكم تشكرون. അവരെല്ലാവരെയും മരിപ്പിച്ചിട്ട് അല്ലാഹു വീണ്ടും ജീവിപ്പിച്ചു എന്നാ പറയുന്നത്. സൂറത്തുൽ ബഖറ അതിന്റെ 55, 56 ആയത്തുകൾ പരിശോധിച്ചാൽ അവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബനൂ ഇസ്രായേലുകാർ വധിച്ച ഒരു വ്യക്തിയെ അള്ളാഹു ജീവിപ്പിക്കുന്ന ചരിത്രം സൂറത്തുൽ ബഖറയുടെ 73-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഓടിയവരെ അള്ളാഹു മരിപ്പിച്ചു, പിന്നെ അവരെ വീണ്ടും അള്ളാഹു ജീവിപ്പിച്ചു എന്ന ചരിത്രം സൂറത്തുൽ ബഖറയുടെ 243-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ച ഒരു പ്രവാചകനെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയുടെ 259-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അദ്ദേഹത്തെ എന്ത് ചെയ്തു? 100 വർഷം അള്ളാഹു ഉറക്കി കിടത്തിയ ചരിത്രം അതാണ് അവിടെ പറയുന്നത്. പിന്നെ അള്ളാഹു അദ്ദേഹത്തെ ഉണർത്തിയ ആ ഒരു ചരിത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് പരലോകത്തെ കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് എനിക്കൊന്ന് വ്യക്തമാക്കി തരണം പടച്ചോനെ എന്ന് പറയുന്ന സമയത്ത് അള്ളാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത ആ തെളിവുകൾ അല്ലേ, എന്ത് ചെയ്തു? പക്ഷികളെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ആ പക്ഷികളെ ഓരോ കഷ്ണമാക്കി പർവ്വതങ്ങളിൽ വിതറാൻ പറയുന്ന ആ ഒരു ചരിത്രം, പിന്നെ അവ ഒന്നിച്ച് എഴുന്നേറ്റ് പോകുന്ന ആ ഒരു കഷ്ണമാക്കി ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെക്കാനാ പറഞ്ഞത്. എന്നിട്ട് പിന്നെ അതിനെല്ലാം അള്ളാഹു ഒന്നിപ്പിച്ച് പറത്തിവിടുന്ന ആ ഒരു ചരിത്രം അള്ളാഹു സൂറത്തുൽ ബഖറയുടെ 260-ാമത്തെ ആയത്തിലാണ് ഇത് പറയുന്നത്. അപ്പൊ 5 ഉദാഹരണങ്ങൾ ശരിക്കും സൂറത്തുൽ ബഖറയില് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതിനു പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ
പിന്നെ ബുദ്ധിയിലേക്ക് ചില ചിന്തകള്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നിഷേധിക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ചിന്തകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മഴ പെയ്യുന്നു, സസ്യങ്ങൾ മുളച്ചു പൊന്തുന്ന ചരിത്രങ്ങൾ നിങ്ങൾ, ആ രംഗങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ഇങ്ങനെയുള്ള ചില ചിന്തകളിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതേ രൂപത്തിലുള്ള ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങളിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് സഹോദരങ്ങളെ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. എന്താണ്? 309 വർഷം അവരെ അല്ലാഹു ഗുഹയിൽ ഉറക്കിക്കിടത്തി, പിന്നെ അവരെ അല്ലാഹു ഉണർത്തി എഴുന്നേൽപ്പിക്കുക. അവര് പിന്നെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നുണ്ട്. അവിടേക്ക് നമുക്ക് വരുന്ന ചരിത്രം ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ചു വരും. അപ്പൊ ഇത് മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നത് നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, എന്നും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്നത് തന്നെ അതാണ്, അല്ലെ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. പലപ്പോഴും എന്താ വെച്ചാല് പല ആളുകൾക്ക് എന്താണ് ചൊല്ലുന്നത് എന്നറിയാതെ പോകാറുണ്ട്. പലപ്പോഴും ഒരു യാന്ത്രികമായി ഇങ്ങനെ ചെല്ലുന്ന കുറെ ആളുകളുണ്ട്. പ്രാർത്ഥനകളൊക്കെ അർത്ഥമറിയാതെ ചൊല്ലുക പറ്റൂല. നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം നമ്മൾ അറിയണം. എല്ലാ പ്രാർത്ഥനയുടെ അർത്ഥം നമുക്കറിയണം. ഇപ്പോ ഖുർആന് മദ്യപാനം ഘട്ടം ഘട്ടമായിട്ടാണ് ഹറാമാക്കിയത്. അതിലൊന്നായിരുന്നു നമസ്കരിക്കുന്ന സമയത്ത് കുടിക്കാൻ പാടില്ല. നിഷിദ്ധമാക്കിയിട്ടില്ല, പക്ഷെ നമസ്കരിക്കുന്ന സമയത്ത് കുടിക്കാൻ പാടില്ല. കാരണം എന്താ? പറയണത് എന്താണ് അവനവന് ബോധം ഉണ്ടാവണം. ഞാൻ കൈകെട്ടി എന്റെ റബ്ബിന്റെ മുന്നിൽ ഒരു മുനാജാത്താണ് നമസ്കാരം എന്നല്ലേ? അത് എന്തെങ്കിലും അല്ലല്ലോ പറയണത്, നമുക്കറിയണല്ലോ നമ്മുടെ റബ്ബിനോട് എന്താ പറയണെന്നുള്ളത്. അപ്പൊ ഇതേപോലെ നമുക്ക് നമ്മുടെ റബ്ബിനോട് പറയുന്ന എന്തു നമ്മൾ അറിയണം. അൽഹംദുലില്ലാഹ്, ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ പറയാ അൽഹംദുലില്ലാഹ്, സർവലോകത്തിന്റെയും സത്താവായ റബ്ബിനാണ് സ്തുതി, സർവവും. എന്തിനാ പടച്ചോനെ സ്തുതിച്ചത്? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, മരിപ്പിച്ചതിന് ശേഷം ഞങ്ങളെ വീണ്ടും ജീവിപ്പിച്ച റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയും. അവിടെ കുറെ വിഷയങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന്, മരണപ്പെട്ടവരായിരുന്നു, നമ്മൾ ഉറക്കത്തിലായിരുന്നു, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, നമ്മൾ ആത്മാവിനെ പുറച്ചും പിടിച്ചതാ, വീണ്ടും കിട്ടി. അതേപോലെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. പക്ഷെ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും നമ്മൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് വരുന്നത്. എന്തിനാണ് ആ സ്തുതി? എന്തറിയോ? ഓരോ ദിവസവും നമുക്ക് ജീവിക്കാൻ കിട്ടുന്നത് വല്ലാത്തൊരു നിഅമത്താണ്. അത് നിഅമത്തായി കാണുന്നത് ആരാന്നറിയോ? കർമ്മങ്ങളിൽ മുഴുകുമ്പോഴേ അതൊക്കെ മനസ്സിലാവുള്ളൂ. ഓരോ ദിവസവും നമുക്ക് ചെയ്യേണ്ട കുറെ കർമ്മങ്ങളുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലി എഴുന്നേറ്റത് മുതൽ നമ്മൾ പിന്നെ ഓട്ടത്തിലാണ്. എന്തിന്റെ? ദുനിയാവ് വെട്ടിപ്പിടിക്കാനല്ല, മറിച്ച് റബ്ബിനോട് നമ്മൾ 5 വഖത്ത് നമസ്കാരങ്ങളിൽ പറയുന്ന ഒരു പ്രാർത്ഥന, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നിന്റെ അനുഗ്രഹത്തിന് വിധേയരായ അവരാരാ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആ അമ്പിയാക്കള്, ശുഹദാക്കള്, സുദ്ദീഖീങ്ങള്, സ്വാലിഹീങ്ങള്, അവരെല്ലാവരും പോകുന്ന ആ സ്വർഗത്തിലേക്ക് പോകാൻ, അവരുടെ കൂടെ സ്വർഗത്തിൽ വസിക്കാൻ. ഒരു ചാട്ടവാറ് വെക്കുന്ന സ്ഥലം പോലും ദുനിയാവും അതിലുള്ളത് സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് പറഞ്ഞ സ്വർഗത്തിൽ താമസിക്കാൻ, അതിനുവേണ്ടി നമുക്ക് ഓരോ ദിവസവും ജീവനോടെ കടന്നു വരുമ്പോൾ
പടച്ച റബ്ബേ നിനക്ക് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. അത് അമലുകൾ കൊണ്ട് ആ ദിവസത്തെ നിറക്കുന്നവർക്കുള്ളതാണ്. അതൊക്കെ മനസ്സറിഞ്ഞാൽ പറയാൻ കഴിയണം. അല്ലാതെ ഇതിന് അൽഹംദുലില്ലാഹ് ദുനിയാവിന്റെ പിന്നാലെ ഓടാനോ അല്ല. ഓരോ ദിവസവും നമുക്ക് നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വീണ്ടും വീണ്ടും നമുക്ക് അവസരം കിട്ടുന്നു എന്നുള്ളത്. ഈ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ കുറെ കാലം അടഞ്ഞു കിടന്ന ഒരു ഹാള്, ഈ ഹാളിന്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ആളുകൾ ഉണ്ടോ? ഇവിടെ ഇല്ല. വീണ്ടും തുറന്നു കിട്ടി. എന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലുള്ളവർക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയാതെ പോയത് കുറഞ്ഞ ആളുകൾക്ക് മാത്രം പറയാൻ കഴിഞ്ഞതും ഈ അൽഹംദുലില്ലാഹ് ഉണ്ടല്ലോ. ഇത് ഇന്ന് ഓരോ ദിവസവും ഇന്ന് മനസ്സറിഞ്ഞ് ചൊല്ലിയവര് ഇവിടെ വരണം. ഇത് വെറുതെ പറയില്ല. കാരണം അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ആ അൽഹംദുലില്ലാഹിൽ എല്ലാം പെട്ടു, ഇതെല്ലാം പെട്ടു. ഇന്ന് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ അവസരം ലഭിക്കുമോ ആ അവസരങ്ങൾ എനിക്ക് ഒരുക്കി തന്ന റബ്ബേ നിനക്കാണ് സ്തുതി. അതാണ് അൽഹംദുലില്ലാഹില്ലദീ, വീണ്ടും ജീവൻ തന്ന റബ്ബേ നിനക്ക് സ്തുതി പഠിച്ചവനെ. ഇതിനാണ് ആ സ്തുതി പാടിയത്. ബാങ്ക് കേൾക്കുമ്പോ പള്ളിയിൽ പോകാൻ, ഖുർആൻ പഠിക്കാൻ, ദിക്റുകൾ ചൊല്ലാൻ, അതിനുള്ളതാണ് ആ സ്തുതി. പക്ഷേ അറിയാതെ പോയി പല ആളുകളും യാന്ത്രികമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലായി മാറി. നമസ്കാരം കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് യാന്ത്രികമായ ഒരു പറച്ചിലായി പോകുന്നു. അസ്തഗ്ഫിറുല്ലാഹ് എന്നത് മുൻഗാമികളായ ആളുകള് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമസ്കാരം കഴിഞ്ഞാൽ എങ്ങനെ പറയാന്നറിയോ? ആ നമസ്കാരത്തിൽ എന്തോ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പടച്ച റബ്ബ് സ്വീകരിക്കാതിരിക്കാനുള്ള എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് പുറത്തേണേ പടച്ചോനേന്ന്. ആ രൂപത്തിലാണ് അവർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുള്ളത്. എന്തോ ഒരു വലിയ പാപം അവരിൽ സംഭവിച്ചിട്ടുണ്ട്. അത് പുറത്തു കിട്ടാൻ എങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമോ അങ്ങനെയാണ് നമസ്കാരം കഴിഞ്ഞാൽ അവർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറഞ്ഞിരുന്നത്. നമ്മളോ കുറ്റപ്പെടുത്തൽ കേട്ടോ. നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് അല്ലേ? ഞാനടക്കം പ്രതിക്കൂട്ടില്ല. ഞാൻ ഇങ്ങനെ തുറന്ന് നിന്ന് നിങ്ങളെ മുഴുവനും പ്രതിക്കൂട്ടിലാക്കിയ സംസാരമൊന്നുമല്ല. ഞാനടക്കം ഇതിലുണ്ട്. പക്ഷെ ചിന്തിക്കണം, ഗൗരവത്തോടുകൂടി അറിയണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഈ ചെറിയ ആയത്താണ്, ഞാൻ ഒരു ആയത്തും കൂടി എടുക്കാം എന്ന രൂപത്തിലാണ് വന്നത്. പക്ഷെ ഈ ഒരു ആയത്ത് തന്നെ നമുക്ക് ഒരുപാട് വലിയ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ നമ്മൾ മരിക്കും, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് കേട്ടോ. മരണത്തോടുകൂടെ തീർന്നു പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇതിന്റെ നിരാവശ്യമില്ല, അടിച്ചുപൊളി ജീവിക്കായിരുന്നു. പക്ഷേ മരണം എന്ന് പറയുന്നത് തുടക്കമാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങളോട് രക്ഷപ്പെടാൻ കൊതിക്കുന്ന മരണമുണ്ടല്ലോ, അത് നിങ്ങളെ കണ്ടുമുട്ടുന്നതാ. പിന്നെ വടക്കമാണ്. ദൃശ്യവും അദൃശ്യവും ഒരുപോലെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മുടെ രഹസ്യവും പരസ്യവും ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഒരുപോലെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന റബ്ബിലേക്കുള്ള മടക്കമാണ് പിന്നെ വരുന്നത്. അതല്ലേ സൂറത്ത് ഖുർആനിലെ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്തെന്താ? ജിന്നത്തി വന്നാസ് അല്ലല്ലോ. അവസാനം ഇറങ്ങിയ ആയത്തെന്താ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഒരു ദിവസം നിങ്ങളിൽ വരാനുണ്ട്,
ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ എല്ലാവരും മടക്കപ്പെടുന്ന ദിവസമാണ്. മടക്കപ്പെടുന്ന ദിവസമാണ്. നിങ്ങൾ സൂക്ഷിച്ചോളിന്ന എല്ലാവർക്കും ഉണ്ട് ആ ദിവസം. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം, മരണാനന്തരം, ഇതാണ് ഖുർആൻ കാര്യമായി നമ്മെ പഠിപ്പിക്കുന്ന വിഷയം. ഇതങ്ങോട്ട് ക്ലിക്കായില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താലും ശരിയാവില്ല. ഉപദേശകനായി മരണം മതി എന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത അധികരിപ്പിക്കുക. ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതിനു വേണ്ടിയുള്ള ഒരുക്കവും ജീവിതവുമാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുമാറാവട്ടെ. മരണത്തെക്കുറിച്ചുള്ള ചിന്തയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന ബോധത്തിൽ രഹസ്യവും പരസ്യവും ഒരേപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് മാപ്പ് നൽകി നിന്റെ സജ്ജനങ്ങളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ ഒരുപാട് രക്ഷിതാക്കൾ, ഒരുപാട് സഹോദര സഹോദരിമാർ, അള്ളാഹുവെ, അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ ഖബറിടങ്ങൾ സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കണമേ റഹ്മാനെ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി ഏറെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, പല ആളുകളും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരാൻ കഴിയാത്തവരുണ്ട്. അള്ളാഹുവെ, അത്തരത്തിൽ പ്രയാസപ്പെടുന്ന മുഴുവൻ രക്ഷിതാക്കൾക്കും സഹോദര സഹോദരിമാർക്കും അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ പൂർണ്ണമായ ശിഫ നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളേവരെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.